നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അതിഥി ശ്രീ പെരുവനം കുട്ടന്മാരാർ. നമസ്കാരം. നമസ്കാരം. 60-ാം പിറന്നാൾ ആണ്. ഷഷ്ടിപൂർത്തിക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി. നമസ്കാരം. 60 വർഷമായി ജീവിതം, 50 വർഷത്തെ വാദ്യകലാ ജീവിതം. ഇപ്പോൾ ഇതാ ഷഷ്ടിപൂർത്തി എത്തിയിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? ഒരുപാട് ഓർമ്മകൾ. 50 വർഷത്തെ മേള ജീവിതം അച്ഛൻ്റെ കൂടെ കുട്ടിക്കാലം മുതൽ തുടങ്ങി. കേരളത്തിലെ പ്രധാന മേളവേദികളിലൊക്കെ മേളക്കാരനായി പ്രവർത്തിക്കാൻ സാധിച്ചു. ഒരുപാട് കാലം അച്ഛൻ്റെ കൂടെ തന്നെ പ്രധാന സ്ഥലത്തൊക്കെ അച്ഛൻ മേളപ്രമാണിയായിരുന്നു. എല്ലാ സങ്കേതങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞു. ഗുരുക്കന്മാരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ സ്വന്തം നിലയിൽ മറ്റ് പ്രവർത്തകരെ കൊണ്ട് പൂർവികർ പോയിരുന്നതിന് കൂടുതൽ സ്ഥലങ്ങളിൽ എത്താൻ സാധിച്ചു. അപ്പോൾ വളരെയേറെ സംതൃപ്തി തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എലഞ്ഞിത്തറ മേളത്തിൻ്റെ പ്രമാണിയാണ് ഒരു വ്യാഴവട്ടക്കാലമായി എന്ന് പറഞ്ഞാൽ നിശ്ചയമായും മാരാർ ആരാണ് എന്ന് മനസ്സിലാവും. എലഞ്ഞിത്തറ മേളത്തിന് ഒരു വ്യാഴവട്ടക്കാലമായിട്ട് പ്രമാണിയായിരിക്കുന്നു. ആ അനുഭവത്തെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ എന്തു പറയും? മേളങ്ങളുടെ മേളം എന്ന് എലഞ്ഞിത്തറ മേളത്തിന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം മേളം സംഘകലയാണ്. 100-150 കലാകാരന്മാർ പങ്കെടുക്കുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ പാറമേക്കാവിൻ്റെ എലഞ്ഞിത്തറ മേളത്തിന് 300-ലധികം കലാകാരന്മാർ, 300ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്നു. 4 മണിക്കൂർ നേരം ലോകം മുഴുവൻ കാണുന്ന കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ എലഞ്ഞിത്തറ മേളത്തിൻ്റെ കഴിഞ്ഞ കൊല്ലം വ്യാഴവട്ടം 15 കൊല്ലമായി കൃത്യമായിട്ട് പ്രമാണം വഹിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഒരു പല്ലച്ചന പത്മനാഭമാരാരുടെ കാലഘട്ടം മുതൽ കുഞ്ചുമാരാർ, പല്ലാവൂർ അപ്പുമാരാർ, ചക്കംകുളം അപ്പുമാരാർ, രാമങ്കണ്ടത്ത് ഉണ്ണിമാരാർ, ഇത്രയും പ്രമാണിമാരുടെ കൂടെ ഒരു 22 വർഷം പ്രവർത്തിച്ചു. ആ അനുഭവം വെച്ച് 15 കൊല്ലം എനിക്ക് എൻ്റെ സഹകലാകാരന്മാരെ ചേർത്ത് എലഞ്ഞിത്തറ മേളം അതിൻ്റെ ഗാംഭീര്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിച്ചതിൽ സന്തോഷമാണ്. അതിന് എൻ്റെ ഗുരുക്കന്മാരും അതുപോലെ തന്നെ പാറമേക്കാവ് ഭഗവതിയുടെ അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. കലാകാരന്മാരുടെ സഹകരണമാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവും നല്ലത്. അവരോട് നന്ദിയുണ്ട്. 250 മുതൽ 300 വരെ കലാകാരന്മാർ വിവിധ ഉപകരണങ്ങളിൽ അവരെ ഏകോപിപ്പിച്ച് ആ ഒരു സംഗീതം എത്തിക്കുക, അതിൻ്റെ ലയം സാധിക്കുക, അതിൻ്റെ ഏകോപനം വളരെ വിദഗ്ധമായി നിർവഹിക്കുക, വലിയ ഒരു തലവേദന പിടിച്ച ഒരു ജോലിയാണത്. അതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അതിൽ എന്ത് തനിമ സ്വന്തമായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞു? ഞങ്ങൾ പല പ്രദേശത്തു നിന്നുള്ള ആൾക്കാരാണ്. പല കലാകാരന്മാരും പല റേഞ്ചുള്ള കലാകാരന്മാരാണ്. പലരും പല ഗുരുക്കന്മാരുടെ അടുക്ക് അഭ്യസിച്ചവരാണ്. ഇൻസ്ട്രുമെൻസിൻ്റെ ചെണ്ടയുണ്ട്, ഇലത്താളുണ്ട്, കുറുങ്കുഴുണ്ട്, കൊമ്പുണ്ട്, വ്യത്യസ്ത പഠന രീതി ക്രമം. പക്ഷേ മേളം പാണ്ഡ്യയായാലും പഞ്ചാരി ആയാലും മേളത്തിന് ഒരു കൃത്യമായ സ്ട്രക്ചറുണ്ട്, അതിനൊരു ശാസ്ത്രീയമായ ചട്ടക്കൂടുണ്ട്. അപ്പോൾ അവതരണത്തിൽ പ്രയോഗത്തിലൊക്കെ കൃത്യമായ കണക്കുകളുണ്ട്. ആ കണക്ക് പാലിച്ചുകൊണ്ട് ചെണ്ട കൊട്ടുന്നവർ ചെണ്ടയിലും, ഇലത്താളം കൊട്ടുന്നവർ ഇലത്താളത്തിലും, കൊമ്പും കൊഴലും കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ അവർക്ക് ചെയ്യേണ്ട രീതിയിൽ പ്രവർത്തിക്കാം. എല്ലാ കലാകാരനും കൂട്ടുത്തരവാദിത്വമാണ് മേളത്തിൽ. എല്ലാവരും അവരവരുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ആത്മാർത്ഥമായ സഹകരണം സംജാതമാവുമ്പോൾ നല്ലൊരു മേളം ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ പ്രമാണി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം എല്ലാവരുടെ പോലെ തന്നെയുള്ളൂ. മേളം കൊട്ടുന്ന 15 ചെണ്ടക്കാർ കൊട്ടുന്നുണ്ടെങ്കിൽ പ്രമാണിക്കും കൊട്ടാനുള്ളത് അത് തന്നെയുള്ളൂ. മനോധർമ്മമോ മറ്റ് കൈകാര്യം ഒന്നും ചെയ്യാൻ വിശേഷിച്ചില്ല. പ്രമാണി അവരെ സഹകരിപ്പിക്കുന്നതിനേക്കാൾ കലാകാരന്മാർ പ്രമാണിയെ സഹകരിക്കുന്ന സന്ദർഭങ്ങളിലാണ് നല്ല മേളം ഉണ്ടാകുന്നത്. പെരുവനം കുട്ടന്മാരാർ അങ്ങനെയാണ് പേര്.
പെരുവനം, അത് തൃശ്ശൂരുള്ള സ്വന്തം നാടാണ്. ആ സ്ഥലം തന്നെ മേളത്തിൻ്റെ പര്യായം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. അവിടെ ജനിച്ചത്, അവിടെ ജീവിച്ചത്, അവിടെ വാദ്യം പഠിച്ചത് എങ്ങനെ അങ്ങയുടെ ഉള്ളിലെ കലാകാരനെ വളരെ വലിയവനാവാൻ സഹായിച്ചു? പെരുവനം പൂരം മേളത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ആറാട്ടുപുഴ പൂരം മേളത്തോടൊപ്പം തന്നെ അതൊരു ദേവമേളയായിട്ടാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ട് ഇത്ര പഴക്കമുള്ള ഈ സംസ്കൃതിയിൽ വളർന്നു. പെരുവനത്ത് അച്ഛൻ്റെ കുടുംബമാണ്, തൃക്കൂര് അമ്മയുടെ കുടുംബമാണ്. അമ്മയുടെ വീട് മാക്കോത്ത് മാരാത്ത്, അച്ഛൻ്റെ പെരുവനത്ത് മാരാത്ത്. അച്ഛൻ്റെ കൂടെയാണ് വളർന്നത്. ഈ പൂരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടാണ്. അപ്പോൾ ഈ പൂരങ്ങൾ കാണാനും ഈ പ്രവർത്തിക്കാനും മേളത്തിൻ്റെ സംസ്കാരം, പൂരത്തിൻ്റെ സംസ്കാരത്തിൽ വളർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിലനിൽക്കാൻ കഴിഞ്ഞത്, സാധിച്ചത്, അതിൽ വരാൻ സാധിച്ചത്. അരങ്ങേറ്റം ഓർമ്മയുണ്ടാവുമല്ലോ. തിരുളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം, അവിടെ വിദ്യാധിപനായ ശാസ്താവിൻ്റെ മുമ്പിലാണ്. വിദ്യാരംഭത്തിന് വളരെ പ്രസിദ്ധമാണ്. അതെ, അവിടെയാണ് അരങ്ങേറ്റം. 1974 എനിക്ക് 21 വയസ്സായി. അപ്പോഴാണ് തായമ്പകയാണ് അരങ്ങേറ്റം നടത്തിയത്. അപ്പോൾ കൊമരപുരത്ത് അപ്പുമൊരാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് തായമ്പക എന്നെ പഠിപ്പിച്ച് എന്നിട്ട് അരങ്ങേറ്റം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ മേളം അച്ഛൻ പഠിപ്പിച്ചു, അരങ്ങേറി നിരവധി വേദികളിൽ കൊട്ടിയിരുന്നു. തായമ്പക അരങ്ങേറ്റം തിരുവള്ളക്കാരാണ്. ആദ്യം അച്ഛൻ തായമ്പക പഠിപ്പിച്ചില്ല എന്നെ. അത് അതിൻ്റെ ഒരു കലാകാരൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ലോണം അനുഭവിച്ച് ഒരു കാലഘട്ടത്തിൽ 70കളുടെ ആരംഭത്തിൽ പല പ്രശ്നങ്ങളും കലകൾക്കും ഈ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. ആ കൂട്ടത്തിൽ കലാകാരന്മാർ ഒട്ടനവധി കുടുംബങ്ങൾ, പാരമ്പര്യ കുടുംബങ്ങൾ കല ഉപേക്ഷിച്ച് പോയ ഒരു കാലഘട്ടം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് എന്നെ കൂടുതൽ പഠിപ്പിച്ചത്. പ്രാഥമിക കാര്യം അച്ഛൻ പഠിപ്പിച്ചു. അതിനുശേഷം എനിക്ക് സ്കൂളിൽ ജോലി കിട്ടിയപ്പോഴാണ് ഞാൻ തായമ്പക അരങ്ങേറണം. അപ്പോൾ 21 വയസ്സിൽ അരങ്ങേറ്റം. എന്തുകൊണ്ട് മുഴുവൻ സമയം വാദ്യകലാകാരനായി ആവാൻ തയ്യാറായില്ല? പകരം സ്കൂളിൽ ഒരു ക്ലർക്കായി ജോലി നോക്കിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനോടൊപ്പം കലാജീവിതവും എന്ന് തീരുമാനിച്ചു. അന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണോ? പ്രത്യേക സാഹചര്യം കൊണ്ട് അച്ഛൻ എന്നെ വിദ്യാഭ്യസിപ്പിച്ചു. ജോലി വേണം എന്ന് അച്ഛൻ തീരുമാനിച്ചു. അതിനു വേണ്ടി എന്നെ തയ്യാറാക്കി. ജോലി കിട്ടിയത് നാട്ടിലായി. അതുകൊണ്ട് എനിക്ക് കലാരംഗത്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി. ഒരു പരിധി വരെ എനിക്ക് ജോലി തന്നു തന്നെ CNN സ്കൂളിലെ മാനേജർ, ഇവരുടെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രങ്ങളിലെ അടിയന്തരങ്ങൾ മുടങ്ങാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. കലാകാരനാവണം എന്നുള്ളത് മോഹമായിരുന്നു. അച്ഛൻ്റെയും മോഹമാണ്, എൻ്റെയും മോഹമാണ്. പ്രായോഗിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജീവിതഭാരം കല കൊണ്ട് നടക്കാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഒരു പരിധി വരെ ജോലിയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ നാട്ടിൽ ജോലി കിട്ടിയപ്പോൾ ഞാൻ കലാപഠനം തുടർന്നു. തായമ്പക അരങ്ങേറ്റം നടത്തി. അത് കഴിഞ്ഞ് കഥകളി കൊട്ട് പഠിച്ചു. തായമ്പക കൊട്ടുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മേളം കൊട്ടുന്നവർക്ക് ഒരുപാട് പ്രമാണപ്പെട്ട കലാകാരന്മാരുമായി കൂടി സഹകരിക്കാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടും. അങ്ങനെ പ്രവർത്തിച്ചവരിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മഹാന്മാരുണ്ടാവും. അവരെ ചിലരെങ്കിലും ഒന്ന് ഓർക്കാമോ? അവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് അനുസ്മരിക്കാമോ? അച്ഛൻ പെരുവന അപ്പുമാരാരുടെ കൂടിയാണ് അധികം മേളങ്ങളിൽ പങ്കെടുത്തത്. ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നതും അച്ഛനെ തന്നെയാണ്. എൻ്റെ ഗുരുനാഥൻ ശ്രേഷ്ഠനായ കലാകാരനാണ്. അച്ഛൻ്റെ സമകാലികനാണ്, ഒപ്പം പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഗുരുനാഥൻ്റെയും അച്ഛനും ഗുരുനാഥനാണ്. 2 ഗുരുനാഥന്മാരുടെയും മാർഗമാണ് എനിക്ക് മാർഗദർശനം നൽകണത് മുഴുവൻ. അവരിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് പഠിച്ചത്? അന്നത്തെ ഒരു കാലഘട്ടത്തിലെ കലാകാരന്മാരെ കൂടുതൽ സമർപ്പണ മനോഭാവമുള്ള കലാകാരന്മാരായിരുന്നു. അതായത് ഇത് അവരുടെ ഉത്തരവാദിത്തമാണ്. മേളം കൊട്ടൽ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ്റെ അതുപോലത്തെ ആൾക്കാരുടെ ചുമതലയാണെന്ന് കരുതി അത് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമോ സൗകര്യങ്ങളോ ഒരു ഘടകമായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അവരുടെ ഒരു സമർപ്പണ മനോഭാവം പരമാവധി ഞാനും അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. സംഘാടകനെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ ആസ്വാദകന് സന്തോഷിക്കാൻ വക നൽകുന്ന വിധത്തിൽ
നല്ല മേളങ്ങൾ അവതരിപ്പിക്കാനും നല്ല സ്ഥലങ്ങൾ കണ്ടെത്താനും പരമാവധി സഹകരിക്കാൻ അതൊക്കെ അച്ഛനിൽ നിന്ന് പഠിച്ചുള്ള പാഠങ്ങളാണ്. മേളരംഗത്തെ പുതിയ തലമുറയെക്കുറിച്ച് പൊതുവെ അഭിപ്രായം എന്താണ്? പുതിയ തലമുറ വളരെയധികം പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട് മേളരംഗത്ത്. അതിപ്പോൾ ചെണ്ടയിലുമുണ്ട്, കുറുങ്കുഴലിലുമുണ്ട്, കൊമ്പിലുമുണ്ട്, ഇലത്താളത്തിലുമുണ്ട്. അപ്പോൾ ധാരാളം കലാകാരന്മാരുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്ന ഒരു ഘടകം, പണ്ട് നിരവധി പ്രമാണിമാരുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു. അതൊരു വലിയൊരു അനുഭവമാണ്. മേള കലാകാരനെ സംബന്ധിച്ച് മേളങ്ങളിൽ നല്ല വേദികളിൽ നല്ല കലാകാരന്മാരുടെ കൂടെ പ്രവർത്തിച്ചിട്ട് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം. മേളം കൊട്ടാൻ എല്ലാവർക്കും പഠിക്കാം, പക്ഷേ അത് മേളമായി നന്നായി അവതരിപ്പിക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു അനുഭവം, മനസ്സിലൊരു ജ്ഞാനം ഉണ്ടാവണം, ഒരു ജ്ഞാനോദയം ഉണ്ടാവണം മേളപ്രമാണി അല്ലെങ്കിൽ മേളകലാകാരൻ. അതിന് വേണമെങ്കിൽ നല്ല പ്രമാണിമാരെ കൂടെ കൂടുതൽ ചെയ്യണം. അങ്ങ് കലാജീവിതം തുടങ്ങിയ കാലത്തെ സ്ഥിതിയല്ല ഇപ്പോൾ, മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതർത്ഥത്തിലാണ് മെച്ചപ്പെട്ടത്? പ്രതിഫലം കൂടിയെന്നാണോ, അവസരം കൂടിയെന്നാണോ, വേദികൾ കൂടിയെന്നാണോ? ഏതർത്ഥത്തിലാണ് മെച്ചപ്പെട്ടിട്ടുള്ളത്? കല ഉപജീവന മാർഗമല്ലാതെ എല്ലാ ക്ലേശങ്ങളും സഹിച്ച പഴയ തലമുറ ജീവിച്ച പോലെ ജീവിക്കാൻ ഭാവി തലമുറയ്ക്ക് പറ്റില്ല എന്ന് പൂർവികർ കണ്ടുകൊണ്ടാണ് പുതിയ തലമുറയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്, വിട്ട് വേറെ വഴി നോക്കിക്കൊള്ളാൻ പറഞ്ഞത്. അങ്ങനെ പോയി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാറിയിട്ട് ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറഞ്ഞപ്പോൾ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാനും നല്ല പ്രതിഫലങ്ങൾ കൊടുത്താലേ അവർ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ മൊത്തത്തിൽ കലാകാരന്മാരുടെ സാമ്പത്തികമായ വരുമാന മാർഗങ്ങൾ കൂടിയുണ്ട്. അതൊരു ഭാഗത്ത് ഒരു അട്രാക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെയുള്ളത് വേദികൾ. പണ്ട് നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ പരിമിതമാണ്. ചെണ്ടയും ഒരു ചുമല് ഒരു തോളിൽ തിമലയും വെച്ച് നടന്ന് 10-15 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത് ജോലി ചെയ്തിരുന്നതാണ് എൻ്റെ തലമുറയിലുള്ള ആൾക്കാർ. ഇന്ന് ആ സ്ഥാനത്ത് ഓരോ കലാകാരനും സ്വന്തമായ വാഹനവും സൗകര്യമുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിൽ എത്താനും എത്ര ദൂരം പോകണമെങ്കിലും സൗകര്യം. അപ്പോൾ യാത്രാ സൗകര്യം കൂടി, സാമ്പത്തിക സൗകര്യം കൂടി. പിന്നെ ഇപ്പോൾ കല കൊണ്ട് മാത്രം ജീവിക്കാൻ, അതായത് കലാകാരനാവാൻ ആഗ്രഹിക്കുന്ന ആൾ പരിമിതികൾക്കുള്ളിൽ നിന്ന് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റില്ല, കലാകാരനായിട്ട് ജീവിക്കാൻ വേണ്ട സൗകര്യം ഇന്ന് കല കൊണ്ട് കിട്ടും. പിന്നെ മറ്റുള്ളവരെ നോക്കി അതുപോലെയൊക്കെ ആവാൻ കലാകാരന് പറ്റുന്ന കലാകാരന്മാരും ഉണ്ടാവും. അതെല്ലാവർക്കും പറ്റില്ല. സാധാരണ കലാകാരന് കല കൊണ്ട് സാധാരണക്കാരനായി ജീവിക്കാൻ പറ്റും. വളരെ സമ്പന്നമായൊരു വാദ്യകലാ പാരമ്പര്യം നമുക്കുണ്ട്. താങ്കൾ അതിൻ്റെ വളരെ ആധികാരികതയുള്ളൊരു വക്താവാണ്. പക്ഷേ ഈ പാരമ്പര്യം തന്നെ പുതുതായി പ്രതിഭാശാലികളെ ഇടപെട്ടും വളർത്തിയും ഒക്കെ ഉണ്ടാക്കിയതാണ്. പഞ്ചവാദ്യമൊക്കെ ഇടക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇനിയും വാദ്യകലാ മേഖലയിൽ അത്തരം സൃഷ്ടികൾ, പുതിയ സൃഷ്ടികൾ നടക്കണ്ടേ? അതിനിയും പരമ്പരാഗത രീതിയിൽ തന്നെ ഒഴുകിയാൽ മതിയോ? മാറ്റങ്ങൾ വരണ്ടേ? മുന്നോട്ട് പോകണ്ടേ? പുതിയ കാലത്തിനും പുതിയ അഭിരുചിക്കും ചേരുന്ന വിധത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടാവണ്ടേ? മാറ്റങ്ങൾ കാലത്തിൻ്റെ ഒരു പ്രകൃതി നിയമമാണ്. മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റങ്ങൾ സംഭവിക്കുന്നതിലൊക്കെ സംഭവിക്കും. മാറ്റങ്ങൾ സംഭവിക്കാത്തതിന് മാറ്റങ്ങൾ സംഭവിക്കില്ല. ശാസ്ത്രീയ കലകൾക്ക് കാര്യമായ മാറ്റങ്ങൾ ഇനി വരില്ല. പിന്നെ താളക്രമങ്ങൾ പുതിയതുണ്ടാക്കാം, പുതിയ മേളങ്ങൾ കണ്ടെത്താം. അതായത് ഇപ്പോൾ പഞ്ചാരിയും പാണ്ടിക്കും പുറമെ ചെമ്പ താളത്തിൽ ചെമ്പമേളം, ചെമ്പട താളത്തിൽ ചെമ്പടമേളം, അടന്ത താളത്തിൽ അടന്തമേളം, അഞ്ചടന്ത എന്ന് പറഞ്ഞൊരു വേറെ മേളം, ധ്രുവ താളത്തിലെ ധ്രുവമേളം. ഇങ്ങനെ നിരവധി മേളങ്ങളുണ്ട്. നമ്മുടെ പഴയ പൂർവികരനെ ചിട്ടപ്പെടുത്തിയ മേളങ്ങളുണ്ട്. ആ മേളങ്ങളൊക്കെ ഇപ്പോൾ അപൂർവ മേളങ്ങൾ എന്നുള്ള ഒരു വിശേഷണത്തോടു കൂടി നിലനിൽക്കണം. ഇപ്പോൾ എന്താ വെച്ചാൽ അവസരങ്ങൾ കുറയുക. സുലഭമായിട്ട് പ്രയോഗിക്കുന്നത് പഞ്ചാരിയും പാണ്ടി മാത്രമാണ്. അപ്പോൾ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുന്നതിന് വിരോധവുമില്ല. പക്ഷേ ഉള്ളത് സംരക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. മേളങ്ങൾ പലതും അപൂർവങ്ങളായി മാറിയിരിക്കുക. അപ്പോൾ പുതിയ ശാസ്ത്രീയ കലകളിൽ മാറ്റമില്ല, പുതിയ കലാരൂപങ്ങൾ ഉണ്ടാക്കാം. അടുത്ത കാലത്തായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു മേളം കാണുന്നുണ്ട്, ശിങ്കാരി മേളം. സാധാരണക്കാര് അത് വളരെ ആസ്വദിക്കുന്നു. ചിലര് യുവതലമുറയൊക്കെ അതിൽ ഹരം കൊള്ളുന്നു.
അതിൽ തന്നെ കൂടുതൽ ദ്രുതമായ രീതികളും ചലനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ അത് വരുന്നത് പരമ്പരാഗത വാദ്യകലാരംഗത്തിൻ്റെ ഒരു ഭീഷണിയാണെന്നോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഒരിക്കലും സംഭവിക്കില്ല. അതായത് പഞ്ചാരി മേളത്തിനോ പാണ്ഡ്യമേളത്തിനോ അതുപോലുള്ള ഇതിനെക്കുറിച്ച് ക്ലാസിക് നേരത്തെ നമ്മൾ പറഞ്ഞു ശാസ്ത്രീയ കല എന്നും ശാസ്ത്രീയമല്ലാത്ത കലകളെന്നും. ശാസ്ത്രമില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അവതരണക്രമത്തിലും കൃത്യമായ ചിട്ടകൾ പാലിക്കുന്ന ശാസ്ത്രീയ മേളങ്ങളാണ് പഞ്ചാരി മേളം, പാണ്ഡ്യമേളം. അതിനൊരു താളക്രമത്തിലും കണക്കുകളും കാര്യങ്ങളും കൃത്യതയുണ്ട്. അത്തരം അവതരങ്ങളെ ഈ വക അവതരണങ്ങൾ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇത് പഞ്ചാരി മേളം അവതരിപ്പിക്കുന്നിടത്ത് പകരം വയ്ക്കാൻ പറ്റിയ കലാരൂപമല്ല. അത് പാണ്ഡ്യമേളം അവതരിപ്പിക്കുന്നതിന് പകരം വയ്ക്കാൻ പറ്റിയ രൂപമല്ല. പക്ഷേ ഇത് അവതരിപ്പിക്കാൻ പറ്റുന്ന വേദികളുണ്ട്. അത്തരം വേദികളിൽ ഒരു എൻ്റർടൈനർ ആയിട്ട് നമുക്ക് ആ കലയെ ആസ്വദിക്കാം, കാണാം, അതിനെ പ്രോത്സാഹിപ്പിക്കാം, ആ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാം. വാദ്യ കലാരംഗത്തുള്ള പല ആളുകളും പറയുന്നത് അവിടെ പഴയ ഫ്യൂഡൽ ചിട്ടകൾ പലതും ഇപ്പോഴും നിലനിൽക്കുന്നൊരു മേഖലയാണ് വാദ്യകലാരംഗം. പരമ്പരാഗതമായി ഇത്തരം വാദ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അമ്പലവാസി സമുദായങ്ങൾക്ക് അപ്പുറത്തുള്ള ആളുകൾക്ക് ഇടം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇടം കിട്ടാത്ത അമ്പലവാസികളല്ലാത്ത വാദ്യകലാകാരന്മാരുടെയും അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിലോ ദലിത് സമുദായങ്ങളിലോ ഒക്കെയുള്ള വാദ്യകലാകാരന്മാരുടെയും ഒക്കെ ഒരു വേദിയായി ഈ ശിങ്കാരി മേളം പോലുള്ള സമാന്തര മേളങ്ങൾ മാറുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഓരോ വ്യവസ്ഥിതി, ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഓരോ വ്യവസ്ഥിതി വരുമ്പോൾ ഓരോ അനുഭവങ്ങളും ഓരോ പ്രവർത്തന രീതികളും ഉണ്ട് കാലഘട്ടത്തിൽ. ഇന്നത് നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ ഹെഡ് മാസ്റ്റർ, ടീച്ചർ, ക്ലർക്ക്, പ്യൂൺ. ഒരു ഓഫീസിലാണെങ്കിൽ ഡയറക്ടർ, PA, സൂപ്രണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ക്ലാസിഫിക്കേഷൻ. ഓരോ ജോലി ചെയ്യാൻ ഓരോരുത്തരും നിയമിച്ചിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ കാര്യം. ആ ജോലി ചെയ്യാൻ ആ വിഭാഗത്തിൽ പ്രാപ്തിയുള്ളവരുണ്ടാവുക. അത് പണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പ്രത്യേകം ഓരോ കുലത്തിന് ഒരു കുലത്തൊഴിൽ കൊടുക്കുക, ആ കുലത്തൊഴിൽ സംരക്ഷിക്കേണ്ട ആ കുലത്തിൻ്റെ ധർമ്മമാണെന്ന് കരുതി നമുക്ക് അഭിമാനിക്കാൻ നമ്മുടെ കുലത്തൊഴിലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചിരുന്നു. നമ്മളത് പ്രവർത്തിച്ചിരുന്നു. ഒരു പരിധിവരെ ഇപ്പോഴും നിൽക്കുന്നു. പക്ഷേ തൊഴിൽ ഏതായാലും ആർക്കും പഠിക്കാം. പഠിച്ച് ആത്മാർത്ഥത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രഗത്ഭനമാവാം. ഏത് തൊഴിലായാലും, കലയായാലും മറ്റു തൊഴിലായാലും, അല്ലെങ്കിൽ ഏത് മേഖലയിലെ പ്രവർത്തനമായാലും നമ്മൾ പാണ്ഡിത്യം നേടിയ ആത്മാർത്ഥമായി അതിനെ അഭിമുഖീകരിച്ച് പ്രവർത്തിച്ചാൽ നല്ല പ്രവർത്തകനായിട്ട് മാറാം. അപ്പം ചിലരെങ്കിലും പറയുന്നത് പോലെ വാദ്യകലാരംഗത്ത് ഒരു ജാതിപരമായ വിവേചനമൊന്നും നിലനിൽക്കുന്നില്ല, ആർക്കും അവരുടെ കഴിവുണ്ടെങ്കിൽ മുകളിലേക്ക് വരാം എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. ഞാൻ മുഴുവൻ അങ്ങനെ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ സാമൂഹ്യ വ്യവസ്ഥിതി കേരളത്തിൽ പണ്ടുള്ളത് ഇതൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മുഴുവനായിട്ടും മാറിയിട്ടുമില്ല. അത് വാദ്യകലയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, മുഴുവൻ മാറിയിട്ടില്ല. പിന്നെ വിദ്യ ആര് പഠിച്ചാലും പ്രാഗൽഭ്യമുണ്ടായാൽ ആ ആളുടെ കഴിവിനെ ആസ്വാദകൻ അംഗീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമ്മൾ വാദ്യകലാ രംഗത്ത് നടക്കുന്ന വിമർശനങ്ങളിലേക്ക് എത്തി. അടുത്ത കാലത്ത് ജയറാം, സിനിമാ നടൻ ജയറാം മേളം അറിയുന്ന ആളാണ്, മേളരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പ്രമാണസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അങ്ങും മട്ടന്നൂരും ഇടവും വലവും നിന്നുകൊണ്ട് ഒരു മേളം നടന്നു. അതിന് എതിരെ ഒരു വായനക്കാരൻ കത്തെഴുതി ജയറാമിന് പ്രമാണിസ്ഥാനം കൽപ്പിച്ചു കൊടുത്തു എന്നാണ് വിമർശനം. അങ്ങനെയുണ്ടോ? വിമർശനം ശരിയല്ല. ഈ നേരത്തെ പറഞ്ഞത് നടന്ന സംഭവം എൻ്റെ നാട്ടിൽ ഒരു മനനീയം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ, ഒരു സാംസ്കാരിക പരിപാടിയിലാണ്. അന്നവിടെ നടന്നത് 3 പത്മശ്രീ കിട്ടിയ കലാകാരന്മാർ ഒരുമിച്ച് വേദി പങ്കിടുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതിൽ സിനിമാ നടൻ ജയറാം, പത്മശ്രീ ജയറാം, അദ്ദേഹം വലിയ കഴിവുള്ള കലാകാരനാണ്. അദ്ദേഹവും മട്ടന്നൂർ അതിശ്രേഷ്ഠനായ കലാകാരനാണ്. അദ്ദേഹവും ഞാനും ഒത്തുചേർന്ന് പ്രവർത്തിക്കുക. 3 ആളും 3 വ്യത്യസ്ത മേഖലയുടെ പ്രതിനിധികളായിട്ട് തന്നെയാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത്. ഈ 3 പേരെ ഒത്തുചേർക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാനസികമായി ഞങ്ങൾ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു മേളക്കല വലിയ പ്രകടനമൊന്നുമല്ല, ഒരു എക്സിബിഷൻ ഷോ. അത്
ജനത്തിന് സന്തോഷം ഉണ്ടാക്കാൻ ഞങ്ങൾ അന്യോന്യം മാറി നിന്ന് എൻ്റെ നാട്ടിൽ വന്ന 2 പത്മശ്രീക്കാരെ ഞാൻ ആദരിച്ച് അവരെ ബഹുമാനിച്ച് ആദ്യത്തെ മര്യാദ പാലിച്ചു. അതിന് തിരിച്ച് അവർ എന്നെ 2 പേരും മാനിച്ച് അത് അവസാനിപ്പിച്ചു. അതിലൊരു തെറ്റുമില്ല. അതാണ് അന്ന് നടന്നത്. അതിനെ വിമർശകൻ തെറ്റായി ചിന്തിക്കുക. അന്ന് ഞങ്ങൾ പറഞ്ഞ സന്ദേശവും സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കരുത്, സ്നേഹമാണ് വളരേണ്ടത്, സൗഹൃദമാണ് മേളത്തിൻ്റെ കാതൽ. മകൻ ചെറിയ കുട്ടിയാണ്, ചെണ്ടമേളത്തിലേക്ക് വരുന്നുണ്ടോ? ചെണ്ട പഠിക്കുന്നുണ്ട്. ചെണ്ടമേള അരങ്ങേറ്റം കഴിഞ്ഞു, തായമ്പ പഠിക്കണം. മകനെക്കുറിച്ച് അച്ഛൻ്റെ പ്രതീക്ഷകൾ എന്താണ്? വിദ്യ നേടണം, വിദ്യാഭ്യാസം നേടണം. ഇനി അയാളാവും ഏതാവും എന്നുള്ളത് ഞാനിപ്പോൾ തീരുമാനിക്കാൻ ഞാൻ ആളല്ല. കുട്ടന്മാരാർക്ക് ഇപ്പോൾ 60 വയസ്സായി. എന്തായാലും നല്ല ആരോഗ്യമുണ്ട്, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പത്മശ്രീ അടക്കമുള്ള ബഹുമതികൾ കിട്ടിക്കഴിഞ്ഞു. ഇനി കലാജീവിതത്തിൽ എന്തൊക്കെ അഭിലാഷങ്ങളാണ് ബാക്കിയുള്ളത്? എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഉള്ളിൽ കാണുന്നത്? നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന കാലം, അതായത് ശരീരവും മനസ്സും അനുവദിക്കുകയും ആസ്വാദകന് ആവശ്യമുള്ള ഒരു കാലഘട്ടം വരെ മേളരംഗത്ത് പ്രവർത്തിക്കുക. പിന്നെ ഭാവിയിൽ വരുന്ന കലാകാരന്മാർക്ക് എന്നേക്കാൾ വലിയ കലാകാരന്മാരായി ഇത് കൂടുതൽ മേളക്കല അംഗീകരിക്കണമെന്ന ഒരു കാലഘട്ടം, ഇനി ഇതിനേക്കാൾ കൂടുതൽ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. മറ്റ് കലാരൂപങ്ങളിലെ കലാകാരന്മാർ, നമ്മൾ പലതരത്തിലുള്ള കലാകാരന്മാരെ പറ്റി സംസാരിച്ചു. നമ്മുടെ ഇപ്പം അംഗീകാരം കിട്ടിയ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെക്കാൾ അപ്പുറം അതേപോലെ പ്രശസ്തരായ മറ്റ് മേഖലയിലെ നമ്മുടെ ഇതര സംസ്ഥാനത്തുള്ള കലാകാരന്മാർക്ക് ഇതിനേക്കാൾ കൂടുതലൊക്കെ മെച്ചപ്പെട്ട അംഗീകാരങ്ങളും സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഭാവി തലമുറയുടെ നമ്മുടെ കലാകാരന്മാരെ ഉന്നതമായ അംഗീകാരം നേടി ഉന്നത സ്ഥാനത്ത് നമ്മുടെ കല എത്തിക്കാൻ സാധിക്കണതൊക്കെ കാണുക, അല്ലെങ്കിലോ എവിടെയാണ് ചേരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് കാണുക, അതുതന്നെയാണ് വലിയൊരു മോഹം. മേളകലയ്ക്ക് നല്ലത് സംഭവിക്കുക, എന്നും മേളകല സമ്പന്നമായിരിക്കുക. ഏതായാലും ഈ 60ാം പിറന്നാളിന് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും ഇത്രയും സംസാരിക്കാനും സന്മനസ് കാണിച്ചതിന് വളരെയധികം നന്ദി. എല്ലാ ആശംസകളും. ഇത് മഹാഭാഗ്യം തന്നെയാണ് ഈ സുദിനത്തിൽ നിങ്ങളുടെ ഒപ്പം ഈ വേദി പങ്കിടാൻ കഴിഞ്ഞത്. നന്ദി, നമസ്കാരം.